ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവത മഹാത്മ്യം ശ്ലോകം 55 മുതൽ 80 വരെ. നാരദ ഉവാച ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരിശം ദേ കരിഷ്യതി. നാരദൻ പറഞ്ഞു, ജ്ഞാനചക്ഷുസിനാൽ നിന്നഴലൊക്കെയും ഞാനറിയുന്നുണ്ടു നേരെ അകൽഭിഷേ. ദുഃഖിച്ചിടായക സുഹൃതിനി ശ്രീഹരി സൗഖ്യം ഭവതിക്കു ചേർത്തിടും നിർണയം. സൂത ഉവാച ക്ഷണമാത്രേണ ദഗ്നാത്വാ വാക്യമൂചേ മുനീശ്വരഃ. നാരദ ഉവാച ശൃണിഷ്വാവഹിതാ ബാലേ യുഗോയം ദാരുണഃ കലിഃ തേന ലുപ്തഃ സദാചാരോ യോഗമാർഗസ്തവാംസി ച. ജനാ അദ്യാസുരായന്തേ ഷാഢ്യദുഷ്കർമ്മകാരിണഃ ഇഹ സന്തോ വിഷൈധന്തി പ്രഹൃഷ്യന്തി ഹ്യസാധവഃ. ദത്തേ ധൈര്യം ദുയോ ധീമാൻ സധീരഃ പണ്ഡിതോധവാ. സൂതൻ പറഞ്ഞു, മാത്രയാൽ ഭക്തിതൻ ദുഃഖമശേഷവും പാർത്തരുളിടിനാൻ ദേവമുനീശ്വരൻ. കേൾക്കുക ബാലേ, കലിയുഗമാണിതെന്നോർക്കുക. തത്പ്രഭാവത്തിനാൽ ഒഴിയിൽ ദുഷ്ടദൈത്യാവലിക്കൊപ്പമായി വഞ്ചന തൊട്ട ദുഷ്കൃത്യങ്ങൾ കാട്ടുന്നിതേവരും. യോഗമാർഗം സദാചാരം തപസ്സിവയാകവേ തീരെ നശിച്ചുപോയെങ്ങുമേ. സജ്ജന സഞ്ജയ മത്തലിൻ പാത്രമായി ദുർജനൗഖം മതിച്ചാടുന്നിതേറ്റവും. ചിന്തയാലിക്കാലമേതൊരു ബുദ്ധിമാനേന്തുന്നു ധൈര്യം അവൻ തന്നെ പണ്ഡിതൻ. അസ്പൃശ്യാനവലോകേയം ശേഷഭാരഖരീധര വർഷേ വർഷേ ക്രമാജാത മംഗളം നാഭിദൃശ്യതേ. നത്വാമവിസുതൈസാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗന്ധൈർജർജരത്വേന സംസ്ഥിത. വൃന്ദാവനസ്യ സംയോഗാത് പുനസ്ത്വം തരുണീ നവാ. ധന്യം വൃന്ദാവനം തേന ഭക്തിർനൃത്യതി യത്ര ച. അത്രേമോ ഗ്രാഹകാ ഭാവാന ജരാമഭിമുഞ്ചതഃ കിഞ്ചിദാത്മസുഖേനേഹ പ്രസുപ്തിർമന്യധേനയോഃ. മേദിനീ ദർശന സ്പർശന യോഗ്യത ഏതും പെടാതെ ക്രമത്തിൽ ദുഷിച്ചഹോ. ശേഷശിരസ്സുകൾ താങ്ങാത്ത വണ്ണമായി ശേഷിച്ചിടുന്നതില്ലെങ്ങുമേ മംഗളം. നിന്നെയും നിജ്ഞാന വൈരാഗ്യനന്ദരർ തന്നെയും ആരും തിരിഞ്ഞു നോക്കാതെയായി. ബോധമറ്റോർ വിഷയാശയാൽ തള്ളിയ ഹേതുവാൽ വൃദ്ധയായി തീർന്നിതു ഭക്തിനീ. വൃന്ദാവന സഹവാസത്തിനാൽ തവ വന്നിതു രണ്ടാമതും നവ യൗവനം. എന്നുമേ ഭക്തിതൻ നർത്തനസ്ഥാനമാം വൃന്ദാവനം മഞ്ഞിലെത്രയും ധന്യമാം. അസ്ഥലത്തും തവ പുത്രരെ വേണ്ടുന്ന മർത്യരില്ലാഞ്ഞൊടുങ്ങീല തദ്വൃദ്ധത. ഇങ്ങു വന്നിടവേ ആത്മസുഖം ലവം തങ്ങുകയാലുറങ്ങിയിടുന്നു ഭംഗിയായി. ഭക്തിരുവാച കഥം പരീക്ഷിതാ രാജ്ഞാ സ്ഥാപിതോ ഹ്യശുചിഃ കലിഃ. പ്രവൃത്തേതു കലൗ സർവസാരഃ കുത്ര ഗതോ മഹാൻ. കരുണാഭരേണ ഹരിണാപ്യധർമ്മഃ കഥമിക്ഷ്യതേ. ഇമം മേ സംശയം ചിന്തിത്തദ്വാചാ സുഖിതാസ്മ്യഹം. ഭക്തി പറഞ്ഞു, ഹീനനാകും കലിയെ പരീക്ഷിക്ഷമാജാനി ഹനിക്കായി വധീനെന്തു കാരണം. പാലിൽ കലി കാലു വച്ചപ്പോഴേ വസ്തുസാരം സമസ്തവും എങ്ങോട്ട് പോയിതു. ഈ അധർമ്മങ്ങളെ കാണുവതെങ്ങനെ മായാമയൻ കൃപാവാരിധി കേശവൻ. സന്ദേഹമിന്നിതു തീർത്തു തന്നിടണം ചേർന്നിടുന്നു സുഖം തദ്വചനത്തിനാൽ.
നാരദ ഉവാച യദി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമദശ്രവണം കുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ ഗമിഷ്യതി യഥാ മുകുന്ദോ ഭഗവാൻ ശ്മാം ത്യക്ത്വാ സ്വപദം ഗതഃ തദ്ദിനാത് കലിരായാദഃ സർവസാധനബാധകഃ. നാരദൻ പറഞ്ഞു, ബാലേ സരാഗം ഭവതി ചോദിക്കുക, മൂലം കഥിക്കാമഖിലം ശ്രവിക്കനീ. സശ്രദ്ധമിന്നിതു കേട്ടാൽ നിനക്കെഴും കശ്മലമെല്ലാം ഒഴിഞ്ഞിടും നിശ്ചയം. മാധവൻ മന്നു വെടിഞ്ഞപ്പോഴേ സർവസാധന ബാധകനാം കലി കേറിനാൻ. ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞാദീനവച്ചരണം ഗതഃ ന മയാ മാരണീയോയം സാരംഗ ഇവ സാരഭുക് യത്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിനാ തത്ഫലം ലഭതേ സമ്യക് കലൗ കേശവകീർത്തനാത് ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത്സാരനീരസം വിഷ്ണുരാധസ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. ദിഗ്വിജയത്തിൽ നൃപനവനെ കണ്ടു കാൽക്കൽ വീണാൻ ദീനനെന്ന മട്ടങ്ങവൻ. വണ്ടുപോൽ സാരം ഗ്രഹിക്കും ഭൂപതി ഉണ്ടിഗുണമക്കലിക്കുമെന്നേഷിച്ചു നേരെ നിയന്ത്രിച്ചവനെ അനാകുലം പാരിൽ വിട്ടിടിനാൻ സംഹരിക്കാതെ താൻ. യോഗം സമാധി തപസ്സെന്നിതുകളാൽ ആഗതമല്ലാത്ത സദ്ഫലമാകവേ സിദ്ധമായിടുന്നു പെട്ടെന്നു കേശവ കീർത്തനത്താൽ മാത്രമിക്കലിയിൽ ദൃഢം. നിഷ്പ്രയാസം പരമം ഫലം നൽകുവാൻ കെൽപ്പു കലിക്കൊപ്പമാർക്കുമില്ലെന്നതു സാരജ്ഞവൃന്ദാഗ്രിമനാം പരീക്ഷിത്തു തേറിയാണാ ദുഷ്ടനെ വൃഥാ വിട്ടതും. കുകർമാചരണസാര സർവതോ നിർഘതോധുനാ പദാർത്ഥാ സംസ്ഥിതാ ഭൂമൗ ബീജഹീനാസ്തുഷാ യഥാ വിപ്രൈർഭാഗവതീ വാർത്താ ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാ സാരസ്തദോ ഗതഃ. കുൽസിത കർമാചരണത്തിനാൽ സർവസംസാരവും നഷ്ടമായി കഴിഞ്ഞിതു. തീരെയരിയേറ്റതാം ഉമി എന്ന പോൽ സാരാംശഹീനമായി സത്കഥാ സഞ്ചയം. വീടുകൾ തോറും നടന്നാരണർ പണം നേടുവാൻ ഭാഗവതം കഥിക്കുന്നിതേ. താൽപ്പര്യമെന്നിയേ ഭൂസുര നിർബന്ധ വായ്പിനാൽ കേൾക്കയും ചെയ്യുന്നിതു ചിലർ. ആകയാൽ ഈരു കൂട്ടരുമൊട്ടുമേ പുകിടാ ശ്രീഹരി കീർത്തന സത്ഫലം. അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാ രൗരവാജനാഃ തേ വിദിഷ്ടന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തദോ ഗതഃ കാമക്രോധമഹാലോഭ തൃഷ്ണാവ്യാകുലചേതസഃ തേ വിദിഷ്ടന്തി തപസി തപസ്സാരസ്തദോ ഗതഃ മനസശ്ചാജയാ ലോഭാദ് ദമ്പാദ് പാഖണ്ഡസംശ്രയാദ് ശാസ്ത്രാനഭ്യസനാശ്ചൈവ ധ്യാനയോഗഫലം ഗതം. രൗരവഘോര നരകത്തിൽ നിന്നുമീ പാരിൽ ജനിയാർന്ന നാസ്തിക മണ്ഡലം ശുദ്ധതീർത്ഥങ്ങളിലെത്തി വസിക്കയാൽ അസ്തംഗമായി തീർത്ഥസാരംബരം. കാമലോഭക്രോധമോഹാഹതർക്കെഴും കാമ്യതപസാൽ നശിച്ചു തപഫലം. ചിത്തമടക്കാൻ കഴിയാത്ത മൂലവും ശാസ്ത്രാഭ്യാസനമില്ലായ്ക നിമിത്തവും നാസ്തിക സംശയം മൂലവും ലോഭദമ്പാസ്തയാലും നഷ്ടമായി ധ്യാനയോഗവും. പണ്ഡിതാസ്തു കളത്രേണ രമന്ധേ മഹിഷാ ഇവ പുത്രസ്യോത്പാദനേ ദക്ഷ അദക്ഷ മുക്തിസാധനേ നഹി വൈഷ്ണവധാകുത്ര സമ്പ്രദായഃ പുരസ്സര ഏവം പ്രളയധാം പ്രാപ്തോ വസ്തുസാരസ്ഥലേ സ്ഥലേ അയം തു യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അധസ്തു പുണ്ഡരീകാക്ഷഃ സഹതേ നികടേ സ്ഥിതഃ. പോത്തുകളെപ്പോൾ വിധി നിഷേധങ്ങൾ ചെറ്റോർത്തിടാതെപ്പോഴും പണ്ഡിത മണ്ഡലം ജായമാരൊത്തു രമിക്കുന്നു കാട്ടുന്നിതായവരർഭക നിർമ്മാണ ചാതുരീ. മുക്തി നേടാനുള്ള സാമർഥ്യവും അതിൽ
ശക്തിയും ഇക്കാലമില്ലവർക്കേതുമേ. സമ്പ്രദായത്തിനൊത്തെങ്ങുമേ ഭൂമിയിൽ സാമ്പ്രതം കാൺമീല വൈഷ്ണവധർമ്മവും. വസ്തുസാരങ്ങൾ സമസ്തവും ഇങ്ങനെ അസ്തമിച്ചാണു കാണുന്നതെല്ലാടവും. കുറ്റപ്പെടുത്തേണ്ടതില്ല നാം ആരെയും, മുറ്റും യുഗധർമ്മമാണിതു നിർണയം. കാലസ്വഭാവമെന്നാകയാൽ സന്നിധിയാളും രമാപതി കണ്ടു സഹിക്കയാം. सूत उवाच इति त्वद्वचनं श्रुत्वा विस्मयं परमं गदा भक्तिरुजे वचो भूयः श्रूयतां तच्च शौनका. भक्तिरुवाच सुरर्षे त्वं हि धन्योऽसि मद्भागेन समागतः. साधूनां दर्शनं लोके सर्वसिद्धिकरं भरं. जयति जगति मायां यस्य कायादवस्ते वचनरचनमेकं केवलं चाकलय्या. ध्रुवपदमपि यादो यत्कृपादो ध्रुवोऽयं सकलकुशलपात्रं ब्रह्मपुत्रं नधास्मि. इति श्रीपद्मपुराणे उत्तरखण्डे श्रीमद्भागवतमाहात्म्ये भक्तिनारदसमागमो नाम प्रथमोऽध्यायः समाप्तः. സൂതൻ പറഞ്ഞു, നാരദഗിരിതു മട്ടുകേട്ടത്ഭുതവാരിധി മഗ്നയായി ഭക്തി ചൊല്ലിടിനാൾ. ദേവമുനെ ധന്യനത്രേ ഭവാൻ നമ ഭാവുകത്താലിവിടാഗതനായതാം. സാധു സന്ദർശനം തന്നെയല്ലോ സർവസാധകം മേദിനി മണ്ഡലത്തിൽ ദൃഢം. നിന്തിരൂമേനിതൻ നാരായണ നാമമന്ത്രോപദേശത്തെ മാനിച്ചനുഷ്ഠിച്ചു. ദൈത്യേന്ദ്രപുത്രനാം പ്രഹ്ലാദപാലകൻ അത്യരം വെന്നിതു ദുസ്തരമായയേ. ഔത്താനപാതിയും തത്കൃപാമൂലമായി അത്യുന്നതമാം ധ്രുവസ്ഥാനമണഞ്ഞിതേ. അങ്ങനെ മംഗളാംഗമായി മിന്നിടും അങ്ങയെ ബ്രഹ്മാത്മജ നമിക്കുന്നു ഞാൻ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീഹരയേ നമഃ.